السلام عليكم ورحمة الله أيها الطلاب الأعزاء مرحبا بكم إلى صف جديد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? മദ ദറസ്തും ഫിസ്സോഫിൽ മാലി എന്തായിരുന്നു? ആരെക്കുറിച്ചായിരുന്നു? നമ്മൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? ആരായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്? വഹുവ ആലിമുൻ മഷ്ഹൂറുൻ അല്ലേ? അദ്ദേഹം വലിയൊരു സയൻറ്റിസ്റ്റ് ആയിരുന്നു, ഫേമസ് ആയ സയൻറ്റിസ്റ്റ് ആയിരുന്നു. എവിടെയായിരുന്നു അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്? ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് എന്ന് പറയുന്ന പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചത് എന്നൊക്കെ പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ബയോഡാറ്റ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് ബയോഡാറ്റയ്ക്ക് പറയുക? സീറ അദാത്തിയ അല്ലേ? സീറ അദാത്തിയ അല്ലെങ്കിൽ അൽ ബയാനാത്തു ഷഖ്സിയ. എന്താണ്? സീറ ദാത്തിയ എന്ന് പറയാം, അല്ലെങ്കിൽ അൽ ബയാനാത്തു ഷഖ്സിയ. രണ്ടും ബയോഡാറ്റ എന്നാണ് അർത്ഥം. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു ഭാഗമാണ്. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. نتالي مقابلة جرت بين الدكتورة جوخا الحارثي ونبيل. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇൻ്റർവ്യൂ ആണ് കേട്ടോ. ഇൻ്റർവ്യൂ മുക്കാബല എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ എന്നാണ് അർത്ഥം. നുതാലിയോ മുക്കാബലച്ചൻ, നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു മുക്കാബല, ആ ഒരു ഇൻ്റർവ്യൂ വായിക്കാം. ജറത്ത് ബൈന ദക്തൂറ ജൂഹ അൽ ഹാരിസി. ആരാണ്? ഡോക്ടർ ജൂഹ അൽ ഹാരിസിയും അതുപോലെ തന്നെ നബീലും തമ്മിൽ നടന്ന ഒരു മുക്കാബലയാണ്, ഒരു ഇൻ്റർവ്യൂ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആരാണ് ജൂഹ അൽ ഹാരിസി എന്ന് പറയുന്നത്? നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ അവരെക്കുറിച്ച്? കുറച്ച് കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞുതരാം. ഒരു ഒമാൻ നോവലിസ്റ്റാണ് ആര്? ജൂഹ അൽ ഹാരിസി എന്ന് പറയുന്നത് ഒമാൻകാരിയായിട്ടുള്ള നോവലിസ്റ്റാണ്. അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് 2019 മാൻ ബുക്കർ ഇൻ്റർനാഷണൽ അഥവാ മാൻ ബുക്കർ പ്രൈസ് ലഭിച്ച ആദ്യ അറേബ്യൻ നോവലിസ്റ്റാണ്, ആദ്യ അറേബ്യൻ എഴുത്തുകാരിയാണ് ജൂഹ അൽ ഹാരിസി എന്ന് പറയുന്നത്. അവരുടെ സയ്യിദാത്തുൽ ഖമർ, എന്താണ്? സയ്യിദാത്തുൽ ഖമർ എന്ന് പറയുന്ന നോവലിനായിരുന്നു ഈ ഒരു പ്രൈസ്, ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ്. അപ്പോൾ അതിലൂടെയാണ് ജൂഹ അൽ ഹാരിസി ലോകത്ത് പ്രസിദ്ധയായിത്തീരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെക്കുറിച്ച് മനസ്സിലാക്കി വെക്കണം. ഇനി നമുക്ക് ആ ഒരു ഇൻ്റർവ്യൂ നോക്കാം. അപ്പോൾ ആരാണ് ഇവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്? നബീലാണ് അല്ലേ? നബീൽ ആരെയാണ്? ജൂഹ അൽ ഹാരിസിയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. നമുക്ക് ആ ഇൻ്റർവ്യൂ നോക്കാം. മുകളിൽ എന്താ കൊടുത്തിട്ടുള്ളത്? സയ്യിദാത്തുൽ ഖമർ. ടീച്ചർ പറഞ്ഞല്ലോ അവരുടെ സയ്യിദാത്തുൽ ഖമർ എന്ന് പറയുന്ന നോവലിനാണ് അവർക്ക് മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ളത് എന്ന്. ഓക്കെ, നബീൽ അസ്സലാമു അലൈക്കും. ജൂഹ അൽ ഹാരിസി വഅലൈക്കും അസ്സലാം. മർഹബൻ ബിക അഹ്ലൻ വസഹ്ലൻ. നബീൽ ശുക്രൻ അർജു അൽ മുഖാബല മിൻ ഫദ്ലിക്. എന്താണ് നബീൽ പറയുന്നത്? അസ്സലാമു അലൈക്കും. ജൂഹ അൽ ഹാരിസി അസ്സലാം അടക്കാണ് അല്ലേ? വഅലൈക്കും അസ്സലാം. മർഹബൻ ബിക് മമാന വെൽക്കം അല്ലേ? മർഹബൻ ബിക് വെൽക്കം. അഹ്ലൻ വസഹ്ലൻ എന്ന് പറഞ്ഞാൽ ഹലോ വെൽക്കം അല്ലേ? അതാണ്. നബീൽ പറയാണ് ശുക്രൻ, താങ്ക് യു. ശുക്രൻ, താങ്ക് യു. അർജു അൽ മുഖാബല, ഞാൻ എന്താണ്? അർജു, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അൽ മുഖാബല, നിങ്ങളുമായിട്ടൊരു ഇൻ്റർവ്യൂ നടത്തുവാൻ, നിങ്ങളൊന്ന് ഇൻ്റർവ്യൂ ചെയ്യുവാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ്. മിൻ ഫദ്ലിക് പ്ലീസ് എന്നാണ് അർത്ഥം. മിൻ ഫദ്ലിക് എന്ന് പറഞ്ഞാൽ പ്ലീസ് അല്ലേ? ദയവായിട്ട്. അപ്പോൾ ജൂഹ അൽ ഹാരിസി എന്താണ് പറയുന്നത്? തഫല്ലൽ ഹാദിഹി ഫുർസത്തുൻ സഈദ. നബീൽ ഐന വളിറ്റി? ജൂഹ അൽ ഹാരിസി വളിറ്റു ഫി ബൈത്തിൻ അദബിയിൻ യഅ്ശഖുൽ അദബ വശ്ശിഅറ ബിഉമാൻ. നബീൽ ഐന തഅമലീന ഹാലിയൻ? ജൂഹ അൽ ഹാരിസി ഫി ജാമിഅത്തി സുൽത്താൻ ഖാബൂസ്. നബീൽ മാഹിയ ഹിവായതുകി? ജൂഹ അൽ ഹാരിസി അൽ ഖിറാഅ വസ്സഫർ. നബീൽ പറയുന്നുണ്ടല്ലേ ഞാൻ നിങ്ങളൊരു ഇൻ്റർവ്യൂ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ജൂഹ അൽ ഹാരിസി പറയുന്ന മറുപടി എന്താണ്? തഫല്ലൽ, വരൂ. ഹാദിഹി ഫുർസത്തുൻ സഈദ, ഇതെന്താണ്? നല്ലൊരു അവസരമാണ്. ഫുർസത്ത് അവസരം, ഓപ്പർച്യൂണിറ്റി. സഈദത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷകരമായിട്ടുള്ള അല്ലെ? ഒരു നല്ലൊരു അവസരമാകുന്നു ഇത് എന്നാണ്. നബീൽ ഐന വുലിറ്റി, എവിടെയാണ് നിങ്ങൾ ജനിച്ചത്? ഐന എവിടെയാണ്, വുലിറ്റി വുലിത ജനിക്കുക.
ഇവിടെ ജുഹൽ ഹാരിസി ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് വുലിദ്തി എന്ന് പറയുന്നത്. അല്ല അതൊരു ആണാണെങ്കിൽ എന്താ ചോദിക്കുക? അയിന വുലിത്ത, നിങ്ങൾ എവിടെയാണ് ജനിച്ചത് അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് ഉത്തരം പറയുക? വുലിത്തു, ഞാൻ ജനിച്ചു. അപ്പോൾ ജുഹൽ ഹാരിസി പറയുന്ന മറുപടി നോക്കൂ. വുലിത്തു ഫി ബൈത്തിൻ അദബിയൻ, ഒരു സാഹിത്യപരമായിട്ടുള്ള ഒരു കുടുംബത്തിൽ, അഥവാ സാഹിത്യപരമായിട്ടൊരു ബന്ധമുള്ള ഒരു തറവാട്ടിലാണ്, ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് എന്നാണ്. യഅ്ഷഖു അൽ അദബ, യഅ്ഷഖു ഇഷ്ടപ്പെടുന്ന അൽ അദബ സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്ന ഒരു സാഹിത്യ വീട്ടിലാണ്, ഒരു സാഹിത്യ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് എന്നാണ്. അതോടൊപ്പം തന്നെ വശ്ശിഅറ, സാഹിത്യത്തെയും കവിതയെയും, ഷിഅർ കവിതയെയും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ബി ഒമാൻ, എവിടെയുള്ള? ഒമാനിലുള്ള. എന്താണ് നബിയിൽ ചോദിക്കുന്നത്? അയിന തഅമലീന ഹാലിയൻ, അയിന തഅമലീന, നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹാലിയൻ, ഇപ്പോൾ, നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ജുഹൽ ഹാരിസി പറയുന്ന മറുപടി എന്താണ്? ഫി ജാമിഅത്തി അൽ സുൽത്താൻ ഖാബൂസ്, എവിടെയാണ്? സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റിയിൽ. ജാമിഅത്ത് യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. അൽ സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും നബിയിൽ എന്താ ചോദിക്കുന്നത്? മാഹിയ ഹിവായത്തുക്കി, മാഹിയ എന്താകുന്നു? ഹിവായത്തുക്കി, മാമാനെ ഹിവായ ഹോബിയാണ് കേട്ടോ. ഹോബി എന്താണ്? നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. ജുഹൽ ഹാരിസി പറയാണ് അൽ ഖിറാഅത്തു വസ്സഫർ, നമുക്കൊക്കെ ഓരോ ഹോബി ഉണ്ടാവും അല്ലേ? ഇവരുടെ ഹോബി എന്താണ്? അൽ ഖിറാഅ, മാമാനെ ഖിറാഅ വായന അല്ലെ, റീഡിങ്. സഫർ യാത്രയാണ്, ട്രാവലിംഗ് അല്ലേ? അപ്പോൾ റീഡിങ്ങും ട്രാവലിങ്ങുമാണ് എൻ്റെ ഹോബീസ് എന്നാണ് ആര് പറയുന്നത്? ജുഹൽ ഹാരിസി പറയുന്ന മറുപടി അല്ലേ? അടുത്തത് എന്താണ് നബീൽ വീണ്ടും ചോദിക്കുന്നത്? അൻറ്റി അവൽ ഷഖ്സിയത്തിൻ അറബിയ ഫാസത്ത് ബിജായിസത്ത് മാൻ ബുക്കർ അൽ ആലമിയ. ജുഹൽ ഹാരിസി നഅം ഹസൽതു അലാ ജായിസത്ത് മാൻ ബുക്കർ അൽ ജുവലിയ على رواية سيدات القمر. نبيل ماذا تحكي رواية سيدات القمر؟ جوهل الحارثي قصة عائلة عمانية. എന്താണ് നബീൽ ചോദിക്കുന്നത്? അൻറ്റി നിങ്ങളാണോ അല്ലെ? അൻറ്റി അവൽ ഷഖ്സിയ, ആദ്യത്തെ വ്യക്തി നിങ്ങളാണോ? അറബിയത്തിൽ, അറബിയായിട്ടുള്ള അല്ലേ? ആദ്യത്തെ അറേബ്യൻ വ്യക്തി നിങ്ങളാണോ? ഫാസത്ത് ബിജായിസത്ത് മാൻ ബുക്കർ അൽ ആലമിയ, മാൻ ബുക്കർ ഇൻ്റർനാഷണൽ ലഭിക്കുന്ന ആദ്യത്തെ അറേബ്യൻ വ്യക്തി നിങ്ങളാണോ? അഥവാ അറബിയിൽ ആദ്യമായിട്ട് നിങ്ങൾക്കാണ് ഈ ഒരു പുരസ്കാരം, ഈ ഒരു പ്രൈസ് ലഭിക്കുന്നത് എന്നാണ് നബീൽ ചോദിക്കുന്നത് കേട്ടോ. ഫാസ എന്ന് പറഞ്ഞാൽ വിജയിക്കുക എന്നാണ് അർത്ഥം. ജായിസത്ത് സമ്മാനം, പുരസ്കാരം എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ആ ഒരു പുരസ്കാരം നേടിയെടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഫാസ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. എന്താണ് ജുഹൽ ഹാരിസി പറയുന്ന മറുപടി? നഅം, അതേ. ഹസ്വല കരസ്ഥമാക്കുക, നേടിയെടുക്കുക. അലാ ജായിസത്തി മാൻ ബുക്കർ അദ്വലിയ അലാ റിവായത്തി, അലാ ജായിസത്തി സമ്മാനം അല്ലെ, ആ ഒരു പ്രൈസ് നേടിയെടുത്തത്. ഹസ്വൽത്തു ഞാൻ നേടിയെടുത്തു അല്ലെങ്കിൽ ഞാൻ കരസ്ഥമാക്കി. അലാ ജായിസത്തി മാൻ ബുക്കർ അദ്വലിയ, മാൻ ബുക്കർ ഇൻ്റർനാഷണൽ പ്രൈസ് അത് ഞാൻ കരസ്ഥമാക്കിയത്. അലാ റിവായത്തി, റിവായത്ത് നോവൽ, റിവായത്തി എൻ്റെ നോവൽ, മൈ നോവൽ അല്ലേ? സയ്യിദാത്തുൽ ഖമർ എൻ്റെ നോവലായിട്ടുള്ള സയ്യിദാത്തുൽ ഖമർ എന്ന നോവലിനാണ് എന്നാണ്. നബീൽ ചോദിക്കുകയാണ് മാതാ തെഹ്കി റിവായത്തു സയ്യിദാത്തുൽ ഖമർ. മാതാ തെഹ്കി എന്താണ് നിങ്ങൾ വിവരിക്കുന്നത്? റിവായത്തു സയ്യിദാത്തുൽ ഖമർ, സയ്യിദാത്തുൽ ഖമർ എന്ന ഒരു നോവലിൽ നിങ്ങൾ എന്താണ് പറയുന്നത്, അഥവാ എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ആ ഒരു നോവലിൽ ഉദ്ധരിക്കുന്നത് എന്നാണ്. ജുഹൽ ഹാരിസി പറയാണ് ഖിസ്സത്തു ആയിലത്തിൻ ഒമാനിയ, ഒരു ഒമാൻ കുടുംബത്തിൻ്റെ കഥയാണ്. ഖിസ്സത്ത് കഥ, സ്റ്റോറി. ആയിലത്ത് ഫാമിലി, കുടുംബം. ഒമാനിയ ഒമാൻകാരായിട്ടുള്ള ഒരു ഫാമിലിയുടെ കഥയാണ് ഏത് പറയുന്നത്? സയ്യിദാത്തുൽ ഖമർ എന്ന ഒരു നോവലിൽ പറയുന്നത് എന്നാണ് ജുഹൽ ഹാരിസി പറയുന്ന മറുപടി. നബീൽ വീണ്ടും ചോദിക്കുകയാണ് മത്താ തജിദീന വഖ്തൽ കിതാബ, മത്താ തജിദീന എപ്പോഴാണ് നിങ്ങൾ കണ്ടെത്തുന്നത്? വഖ്തൻ സമയം, ലിൽ കിതാബ എഴുതുവാൻ എപ്പോഴാണ് നിങ്ങൾ സമയം കണ്ടെത്തുന്നത് എന്നാണ്.
എന്താണ് അവർ പറയുന്ന മറുപടി? ബാദമ നാമത്ത് തിഫ്ലത്തി അസ്വായിറ വഫി മുദ്ദത്തിൽ ഇജാസാത്തി മിൻ അമലി ബിൽ ജാമിഅ. അല്ലേ, ബാദമ നാമത്ത് ഉറങ്ങിയതിന് ശേഷം എന്നാണ് കേട്ടോ. ബാദമ നാമത്ത്, നാമ ഉറങ്ങുക, തിഫ്ലത്തി എൻ്റെ കുട്ടി, തിഫ്ല് കുട്ടി, തിഫ്ലത്തി എൻ്റെ കുട്ടി, അസ്വൈറ ചെറിയ, അല്ലെ എൻ്റെ ചെറിയ കുട്ടി ഉറങ്ങിയതിന് ശേഷം എന്നാണ്. അപ്പം നമുക്കവിടെ തിഫ്ലത്ത് സ്വൈറത്ത് എന്നൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ അതൊരു പെൺകുട്ടിയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ. നാമത്ത് തിഫ്ലത്തി അസ്വൈറ, എൻ്റെ ചെറിയ മോൾ, എൻ്റെ ചെറിയ കുട്ടി ഉറങ്ങിയതിന് ശേഷം. അതുപോലെ തന്നെ വഫി മുദ്ദത്തിൽ ഇജാസാത്ത് മിൻ അമലി ബിൽ ജാമിഅ, മുദ്ദത്തുൽ ഇജാസാത്ത് ഒഴിവ് സമയങ്ങളിൽ എന്നാണ് കേട്ടോ. മുദ്ദത്ത് സമയമാണ്, അൽ ഇജാസാത്ത് ഒഴിവുള്ള അല്ലെങ്കിൽ ഹോളിഡേയ്സ് എന്നും പറയാൻ പറ്റും. അപ്പോൾ ഒഴിവുള്ള സമയങ്ങളിലൊക്കെയാണ് ഞാൻ എഴുതാറുള്ളത്. പിന്നെ അമലി ബിൽ ജാമിയ, എൻ്റെ ജോലിയിൽ നിന്ന്, ബിൽ ജാമിയത്ത് യൂണിവേഴ്സിറ്റിയിലെ. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ അവിടുന്ന് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഹോളിഡേയ്സുകളിൽ, അവധി ദിവസങ്ങളിലൊക്കെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എഴുതുന്നത് എന്നാണ്. നബീൽ ചോദിക്കുകയാണ്, മാ റഅയുകി, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മാ റഅയുകി, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഫി തഅലീമിൻ നിസാ, സ്ത്രീകളുടെ പഠനത്തെക്കുറിച്ച്, പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകളായിട്ടുള്ള ആളുകൾ പഠിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നാണ്. ജുഹൽ ഹാരിസി പറയാണ്, ദാലിക നൊറോരിയൻ, അതൊരു അനിവാര്യമായ കാര്യമാണ്, നൊറോരിയ അനിവാര്യമായ കാര്യമാണ്, കൽമാ ഇവൽ ഹവാ, വെള്ളവും വായും പോലെ എന്നാണ്. അപ്പോൾ ഒരു സ്ത്രീക്ക് വെള്ളവും വായും എത്രത്തോളം അത്യാവശ്യമാണോ അതേപോലെ അത്യാവശ്യമുള്ള കാര്യമാണ് എന്ത്, ഒരു സ്ത്രീ വിദ്യാഭ്യാസം നേടിയെടുക്കുക എന്നുള്ളത് എന്നാണ് അവർ പറയുന്ന ആ ഒരു മറുപടി. നബീൽ പറയാണ്, മുംതാസ്, എന്താണ്, വെരി ഗുഡ്, അല്ല എക്സലൻറ്റ്, വളരെ നല്ലൊരു അഭിപ്രായമാണ്. അനമസുറൂറും ബിലിക്കായിക്, ഞാൻ എന്താണ് നിങ്ങളെ കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷവാനാണ്. അനമസുറൂറൻ, ഞാൻ എന്താണ്, ഐ ആം വെരി ഹാപ്പി, അല്ലേ, ബിലിക്കായിക്, നിങ്ങളെ കണ്ടുമുട്ടിയതിൽ, നിങ്ങളെ മീറ്റ് ചെയ്തതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ജുഹൽ ഹാരിസ് പറയാണ്, ജസാക്ക് അല്ലാഹു ഖൈറൻ, അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. എന്താണ് ഇൻ്റർവ്യൂവിൽ പറയുന്നത് എന്നെല്ലാവർക്കും മനസ്സിലായല്ലോ. ടീച്ചർ ക്ലാസ് എടുക്കുമ്പം തന്നെ നിങ്ങൾക്ക് അറിയാത്ത വാക്കുകളുടെ അർത്ഥം നിങ്ങൾ കൂടെ എഴുതിയെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി താഴെ നമുക്കൊരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, നമുക്ക് എന്താണെന്ന് നോക്കാം അല്ലേ. തുടർ പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്, നോക്കൂ എന്താണ് ആ ഒരു പ്രവർത്തനത്തിൽ പറയുന്നത്. നോക്കൂ, നസ്തഖ്രിജുൽ കലിമാത്തി തഹ്ദീബിയ മിനൽ മുഖാബലത്തി ബിഅലാഹു വനക്തുബുഹ. നസ്തഖ്രിജു, നമുക്ക് പുറത്ത് കൊണ്ടുവരാം അഥവാ നമുക്ക് കണ്ടെത്താം, അൽ കലിമാത്ത് തഹ്ദീബിയ, കലിമാത്ത് തഹ്ദീബിയകൾ, മിനൽ മുഖാബലത്തി, ആ ഒരു ഇൻ്റർവ്യൂവിൽ നിന്നും, ബിഅലാഹു, മുകളിൽ കൊടുത്തിട്ടുള്ളതായ, വനക്തുബുഹ, എന്നിട്ടത് നമുക്ക് എഴുതുകയും ചെയ്യാമെന്നാണ്. നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് കലിമാത്ത് തഹ്ദീബിയ എന്ന്, ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു? നമ്മൾ കോമൺ ആയിട്ട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, ഇതിനെയാണ് നമ്മൾ കലിമാത്ത് തഹ്ദീബിയ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, അസ്സലാമു അലൈക്കും, അല്ലെ, വലൈക്കും അസ്സലാം, കൈഫൽ ഹാൽ, ജസാക്കല്ലാഹു ഖൈറൻ, അല്ലേ, മഷാല്ല, ഇൻഷാല്ല, മബ്രൂക്ക്, മുംതാസ് എന്നൊക്കെ പറയല്ലോ. ഇങ്ങനെയുള്ള പദങ്ങൾക്കാണ് നമ്മൾ കലിമാത്ത് തഹ്ദീബിയ എന്ന് പറയുന്നത്. ടീച്ചർ ഇവിടെ ചില കലിമാത്ത് തഹ്ദീബുകൾ കാണിക്കാം. മുമ്പൊരു ക്ലാസ്സിൽ ടീച്ചർ അത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ടീച്ചർ ഇവിടെ കുറച്ച് കലിമാത്ത് തഹ്ദീബുകൾ കാണിക്കാം. ഒന്നാമത്തത് എന്താണ്? സൊബാഹൽ ഖൈർ. എന്താണ് സൊബാഹൽ ഖൈർ? ഗുഡ് മോർണിംഗ്. തിരിച്ചെന്താണ് പറയേണ്ടത്? സൊബാഹൻ നൂർ, അല്ലേ. അടുത്ത് നോക്കൂ, മർഹബൻ, അഹ്ലൻ വസഹ്ലൻ, ഹലോ, വെൽക്കം. വെൽക്കം എന്നൊക്കെ പറയാനാണ് നമ്മൾ ഏത് ഉപയോഗിക്കുക? അഹ്ലൻ വസഹ്ലൻ അല്ലെങ്കിൽ മർഹബൻ എന്നൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. മർഹബൻ ബിക്കും ജമിയ, ഹലോ എവരി വൺ, അല്ലേ, ഹലോ എവരി വൺ. പിന്നെ അന സഈദും ബിലിഖാഇക്, നൈസ് ടു മീറ്റ് യു. അന സഈദും ബിലിഖായിക്, നിങ്ങളെ കണ്ടുമുട്ടിയതിൽ എന്താണ്, ഞാൻ വളരെ സന്തോഷവാനാണ്. ഫി അമാനില്ല, ഇൻ ദ സേഫ്റ്റി ഓഫ് ഗോഡ്, അല്ലേ, അള്ളാഹുവിൻ്റെ സുരക്ഷിതത്വത്തിൽ, അവൻ്റെ സുരക്ഷയിൽ എന്നാണ് കേട്ടോ. ഹയ്യാക്കല്ല, ഹയ്യാക്കല്ല എന്ന് പറഞ്ഞാൽ ഗോഡ് ബ്ലസ് യു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജസാക്കല്ല, മേ ഗോഡ് റിവാർഡ് യു എന്നാണ്, നിങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം നൽകട്ടെ. ഇതെന്താണ്? അല്ലാഹു യുബാരിക് ഫീക്ക്, ഗോഡ് ബ്ലസ് യു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ്, അല്ലേ. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്തതോ, അസ്വജുല്ലാ ഔഖാത്തിക്കും, മേ ഗോഡ് ഗീവ് യു ഹാപ്പിനെസ്,
അള്ളാഹു നിങ്ങൾക്ക് എന്താണ് സന്തോഷം നൽകട്ടെ എന്നാണ്. ശുക്രൻ അല്ലെങ്കിൽ ഒഫ്വൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, താങ്ക് യു എന്നൊക്കെ പറയാനാണ് ഇത് ഉപയോഗിക്കുക, ശുക്രൻ എന്ന് ഉപയോഗിക്കുന്നത് അല്ലേ. ലവ് സമഹറ്റ്, പ്ലീസ് എന്ന് പറയാനാണ് ഇത് ഉപയോഗിക്കുന്നത്, ലവ് സമഹറ്റ്. നമ്മൾ പാഠത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു മിംഫലിക് അല്ലെ. മിംഫലിക് എന്ന് പറഞ്ഞാലും ലവ് സമഹറ്റ് എന്ന് പറഞ്ഞാലും എന്താണ്, പ്ലീസ് എന്ന് തന്നെയാണ് അർത്ഥം. അന ആസിഫ്, ഐ ആം സോറി. അന ആസിഫ്, ഐ ആം സോറി. മഅദിറ, സോറി എന്ന് പറയാം, മഅദിറ എന്ന് ഉപയോഗിക്കാം കേട്ടോ. മഅസ്സലാമ, ഗുഡ് ബൈ അല്ലെ. മഅസ്സലാമ, ഗുഡ് ബൈ എന്നാണ്. അപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ. ഇതിൽ കൂടുതൽ എന്തുണ്ട്, കലിമാത്ത് തഹ്ദീബികളുണ്ട്, അത് നിങ്ങൾ കണ്ടെത്തുക. നമുക്കിവിടെ ചോദ്യം വന്നിട്ടുള്ളത് എന്താണ്, നമ്മുടെ പാഠഭാഗത്തിൽ വന്നിട്ടുള്ളതായ കലിമാത്ത് തഹ്ദീബിയ, ആ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ടുള്ള കലിമാത്ത് തഹ്ദീബിയകൾ കണ്ടെത്തി എഴുതാനാണ് അല്ലേ. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് അതിൽ വന്നിട്ടുള്ളത് എന്ന്. ആദ്യമായിട്ട് അസ്സലാമു അലൈക്കും അല്ലേ, അസ്സലാമു അലൈക്കും. അതുപോലെ തന്നെ വഅലൈക്കും അസ്സലാം. മർഹബൻ ബിക അഹ്ലൻ വസഹ്ലൻ, മർഹബൻ ബിക അഹ്ലൻ വസഹ്ലൻ. പിന്നെ ശുക്രൻ അല്ലേ, ശുക്രൻ. മിൻ ഫളിലിക്, കണ്ടല്ലോ, മിൻ ഫളിലിക്. തഫല്ലൽ, തഫല്ലൽ. ഇനി ഏതാണ് വരുന്നത്, അടുത്ത പേജിലെ അവസാന ഭാഗത്തായിട്ട് നോക്കൂ. മുംതാസ്, കണ്ടില്ല, മുംതാസ്. അന മസ്റൂറുൻ ബിലിഖാഇക്, ജസാക്കല്ലാഹു ഖൈറൻ. കണ്ടല്ലോ, ഇത്രയാണ് ഇതിൽ കലിമാത്ത് തഹ്ദീബിയകൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് അതിൽ വരുന്ന കലിമാത്ത് തഹ്ദീബികളെന്ന് മനസ്സിലായല്ലോ. അത് നിങ്ങൾ ഇതുപോലെ എഴുതിയെടുക്കണം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ടീച്ചർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. എടുത്ത ഭാഗത്ത് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.